അയോധ്യയിലെ രാമക്ഷേത്രാങ്കണത്തിലെ ഹനുമാൻ കോവിലിൽ പാകിസ്ഥാനെതിരെ മഹായാഗം. 1008 ഹോമങ്ങൾ ഒരുക്കി നടത്തുന്ന ഈ മഹായാഗം നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് തന്നെയായിരുന്നു. പാക് അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കാൻ ശക്തി തരണം എന്നും ആ ശക്തി നരേന്ദ്രമോദിക്ക് നൽകണമെന്നുമാണ് ഹനുമാൻ കോവിലെ യാഗത്തിന്റെ മുഖ്യ ആവശ്യം. ഇന്ത്യയുടെ ശരീരഭാഗങ്ങളെല്ലാം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാൻ കരുത്തുള്ള ഹനുമാന്റെ സഹായം തേടുകയായിരുന്നു. ഇവിടെ ഒരു മഹായാഗം നടക്കുന്നുണ്ട്. ഹനുമാൻ ഗഡിയില് ഒരു വലിയ യജ്ഞം നടക്കുന്നുണ്ട്. 1008 ഇതാണ് വെച്ചിരിക്കുന്നത്. ഇതാക്കി അതിൻ്റെ ഉള്ളിൽ കടക്കാൻ വയ്യ, അത്രയും തിരക്കും പുകയും ഒക്കെ ആയിട്ട്. ആ ഹോമത്തിന് എന്തിനു വേണ്ടി അറിയാം? നമ്മളെ കാശ്മീർ ഒക്കിപ്പായി കാശ്മീരിനെ തിരിച്ചു പിടിക്കാനുള്ള യജ്ഞമാണെന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു. അപ്പൊ അതും ഞാൻ കഴിഞ്ഞ ദിവസം പറയുണ്ടായി ഒരു സോഷ്യൽ മീഡിയയിൽ. പാക് അയോധ്യ സാക്ഷാത്കരിച്ചെങ്കിൽ POK പാക് ഒക്കിപ്പായിട്ട് കാശ്മീരും ഭാരതത്തിന് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. അതിനുള്ള യജ്ഞമാണ്. 1008 പുക വന്നിട്ടുണ്ടെങ്കിൽ, യജ്ഞത്തിന്റെ തീ കത്തിയിട്ടുണ്ടെങ്കിലും ഭാരതം അത് തിരിച്ചു പിടിക്കും. യജ്ഞത്തിന്റെയൊക്കെ ശക്തി എന്താണെന്ന് അറിയുന്നവനറിയാം. എനിക്ക് പേഴ്സണലി അത് അറിയണോണ്ടാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്നത്. എന്നെ വന്ന് മിത്താണെന്ന് പറഞ്ഞിട്ടോ തമാശയാക്കിയിട്ടോ ഒരു കാര്യമില്ല. ഞാൻ വായിച്ചതും അറിഞ്ഞതും അനുഭവിച്ചതും. പിന്നെ ദൈവം ഒന്നേ ഉള്ളൂ. ദൈവത്തിന്റെ പ്രവാചകന്മാർ ഒരുപാട് വന്നിട്ടുണ്ട് ഈ ലോകത്ത്. ആ പ്രവാചകരിൽ ഒരാൾ തന്നെയാണ് ശ്രീരാമ ഭഗവാനെന്നും ഞാൻ വിശ്വസിക്കുന്നു. അയോധ്യയിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഹനുമാൻ മന്ദിറിൽ പോയപ്പോൾ ക്ഷേത്രത്തിൽ, വേറെ ക്ഷേത്രങ്ങളിലൊക്കെ ഓരോ സ്ഥലങ്ങളിലും കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളെ പോലെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ എല്ലാം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് സ്വാമിമാരെയും പിന്നെ ഗുരുക്കന്മാരെയും ഇവിടെ വെച്ച് കാണാൻ പറ്റും. കാരണം ഇന്ത്യയിലുടനീളമുള്ള ഗുരുക്കളും ശ്രീശന്മാരും എല്ലാം ഇനിയും ജനിക്കുന്നുള്ളത് പറഞ്ഞത് ഞാൻ ഒരുപാട് തവണ മീഡിയയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ മുനീശ്വരന്മാരും ശ്രീശന്മാരും ഇനിയും ലോകത്തിലുണ്ടാവും, അവർ പറഞ്ഞു തരുന്ന ആചാരം. പക്ഷെ അവരെല്ലാവരും ഒരേ വേദിയിൽ വെച്ച് എനിക്ക് അയോധ്യയിൽ വെച്ച് കാണാൻ പറ്റി. പല വിധത്തിലുള്ള ഇപ്പൊ നമ്മളെ നാട്ടിലെ വസ്ത്രം ഇടാത്ത ആൾക്കാരെ, ചെറിയ വസ്ത്രം മാത്രം ധരിക്കുന്ന ആൾക്കാരെ പറ്റി കളിയാക്കുന്ന മലയാളികളോട് എനിക്ക് പറയാനുള്ളത്, അവർക്കൊന്നും വസ്ത്രമില്ല, ഈ ദുനിയാവില്ലാത്തവരാണ്. അവർക്കാകെ ലൈഫിനെ പറ്റിയിട്ട്, അവരെ കർമ്മങ്ങള്, അവരങ്ങനെ ഒരു സന്യാസ ജീവിതത്തിലേക്ക് അവരൊന്നും കാണുന്നില്ല. അവര് രാമനെയും കൃഷ്ണനെയും ബ്രഹ്മാവിനെയും ശിവനെയും ഒക്കെ ആ ഒരു ലെവലിൽ ജീവിക്കുന്ന സന്യാസികൾ. അങ്ങനത്തെ പലരും ഇവിടെ കാണാൻ പറ്റി. എല്ലാ അതുപോലെയുള്ള വലിയ വലിയ ആൾക്കാരെ, ഹിന്ദു മഹാസഭ, വിശ്വ ഹിന്ദു പരിഷത്ത്, RSS, അങ്ങനെ പോണ എല്ലാ ആർട്ടിന്റെയും പ്രവർത്തകര്, സേവകരായിട്ട് ഓരോ പണിയും ചെയ്യണം. ആരും കൂലിക്ക് പണിയെടുക്കണ്ട, എല്ലാം അയോധ്യയിൽ സേവക്ക് വന്നവരാണ്. അപ്പൊ അവര് ഈ രാമക്ഷേത്രം എടുക്കുന്ന ഈ ഭൂമിനെ ഇനി ഉറങ്ങാത്ത നാളുകളായിരിക്കും ഈ നഗരത്തിൽ. രാമൻ അയോധ്യയിലേക്ക് പോയപ്പോൾ അന്ന് കാട്ടിൽ പോയ വനവാസ കാലത്ത് 14 കൊല്ലം കഷ്ടത അനുഭവിച്ച അയോധ്യ പോലെ തന്നെ ആയിരുന്നു. 500 വർഷം ഈ ക്ഷേത്രം ഇല്ലാത്ത അയോധ്യ. ഇവിടുത്തെ നാട്ടുകാരെയും പലരെയും കാണാൻ പറ്റി. അവരും പറയുന്നത് ഭയങ്കര സന്തോഷമായി. കാരണം രാമൻ തിരിച്ചു വന്നു, രാമന്റെ വീട് തിരിച്ചു വരിക, കൊട്ടാരം വന്നു. അപ്പൊ ഹനുമാൻജിയെ പ്രതിഷ്ഠിച്ചു. എല്ലാവരും ഇവിടെ ഉണ്ട്. हर वर्ग के लोग यहाँ पहुँच रहे हैं। मेरे पीछे देखिए आप, कुछ युवा हैं जो यहाँ पर पहुँचे हुए हैं।